വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മാനവ സംഗമം എന്നുള്ളതിനെ വളരെ സ്വാഭാവികമായൊരു പദാവലി, സമ്പർക്കം എന്ന രീതിയിൽ സ്വീകരിക്കാവുന്നതാണ്. അതേസമയം തന്നെ അതത്ര സ്വാഭാവികമല്ല, സ്വാഭാവികം എന്നതുപോലും സ്വാഭാവികമല്ല എന്ന് ആലോചിക്കുമ്പോൾ ഈ സമ്പർക്കത്തിൻ്റെ രാഷ്ട്രീയ വിവക്ഷകൾ, അതിൻ്റെ പ്രത്യയശാസ്ത്ര വിവക്ഷകൾ നാം വിശകലന വിധേയമാക്കേണ്ടി വരും. വളരെ ചെറിയൊരു സമയത്തിൻ്റെ അകത്ത് തുടർന്നും പ്രഭാഷണങ്ങൾ നടക്കാനുണ്ട് എന്നതുകൊണ്ട് സംക്ഷിപ്തമായി മാത്രമാണ് ഞാൻ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് ഈ രണ്ട് പ്രഭാഷണങ്ങളിലും വ്യക്തമാക്കപ്പെട്ടതുപോലെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വലിയ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതുമാത്രമല്ല, തൊഴിലാളികളും കർഷകരും അടക്കമുള്ള ഒരു വലിയ ജനത വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. ലക്ഷക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എല്ലാ ജാതിയിലും പെട്ട, മതങ്ങളിലും പെട്ട തൊഴിലെടുക്കുന്ന മനുഷ്യർ നിരന്തരമായ ജീവിത പ്രതിസന്ധികൾ അനുഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ദൗത്യമെന്ന് പറയുന്നത് ദുരിതമനുഭവിക്കുന്നവരുടെ, പീഡിപ്പിക്കപ്പെടുന്നവരുടെ, ചൂഷിതരായവരുടെ ഒരു വിപുലമായ ജനകീയ കൂട്ടായ്മ വികസിപ്പിച്ചെടുക്കാൻ സഹായകമായി ഇന്നത്തെ ഇന്ത്യൻ ലോക പശ്ചാത്തലത്തിൽ ഏത് തരത്തിലുള്ള ഒരു മൂല്യ സംഹിതയാണ് നാം മുന്നോട്ട് വെക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ, ലോകത്തിലെ മുഴുവൻ മനുഷ്യസ്നേഹികളും വ്യത്യസ്ത തരത്തിൽ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന മതനിരപേക്ഷത എന്ന ഒരു മൂല്യസങ്കല്പമാണ്. SSF ഉയർത്തുന്ന സൗഹൃദം എന്നത് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ മതനിരപേക്ഷത നിലനിൽക്കണം. മതനിരപേക്ഷത നിലനിൽക്കുന്നില്ലെങ്കിൽ സൗഹൃദം അസാധ്യമാവും. അതുകൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അസഹിഷ്ണുത ഇന്നത്തെ നവഫാസിസ്റ്റ് ഭരണത്തിൻ്റെ മാതൃഭാഷയായി മാറിക്കഴിഞ്ഞു എന്ന് ജനാധിപത്യവാദികൾ കൃത്യമായും തിരിച്ചറിയുന്നത്. ഏതെങ്കിലും ചില സംഘപരിവാർ നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെയോ അസഹിഷ്ണുതാപരമായ പ്രസ്താവന എന്ന പരിമിതമായ അർത്ഥത്തിലല്ല, ഇന്നത്തെ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ മാതൃഭാഷയാണ് അസഹിഷ്ണുത എന്ന അർത്ഥത്തിൽ നാം തിരിച്ചറിയുകയാണെങ്കിൽ ഈ അസഹിഷ്ണുതയുടെ ആക്രമണത്തിന് വിധേയമാവാത്തവരായി ആരുണ്ട് ഇന്ത്യയിൽ? ഒരുപക്ഷെ മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന മുഴുവൻ മനുഷ്യരെയും, എഴുത്തുകാരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഇന്നത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തടവുകാർക്ക് പിറകിൽ മാത്രമല്ല, തടവുകാരല്ലാത്ത മനുഷ്യർക്ക് പിറകിലും തിരിഞ്ഞു നോക്കിയാൽ ഒരു വെടിയുണ്ട പറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ പേടിപ്പിക്കുന്ന ഒന്നായി തീരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ സൗഹൃദത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട്, പ്രത്യേകിച്ചും ഈ ഒരു സമ്മേളനം മുന്നോട്ട് വെക്കുന്ന സ്മരണ സൗഹൃദം സമരം, മൂന്ന് തരത്തിൽ അതിനെ നോക്കിക്കണ്ടുകൊണ്ട് ഇന്നത്തെ ഫാസിസ്റ്റ് പശ്ചാത്തലത്തെ പ്രതിരോധിക്കാൻ സ്മരണയെ എങ്ങനെ ഒരു സമരമാക്കാം, സൗഹൃദത്തെ എങ്ങനെ ഒരു സമരമാക്കാം, സമരത്തെ എങ്ങനെ മഹാസമരങ്ങളുടെ നേതൃത്വ ശക്തിയാക്കാം എന്ന ഒരു നിലപാടിൽ നിന്നുകൊണ്ട് സംക്ഷിപ്തമായി ഞാൻ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം സ്മരണയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കറിയാം, സ്മരണയില്ലെങ്കിൽ സൗഹൃദമില്ല, സമരമില്ല, ജീവിതം തന്നെയില്ല. ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് തന്നെ പറയുന്നത് സ്മരണകളുടെ അകത്ത് നിലനിൽക്കുന്ന ഒന്ന് മാത്രമാണ്. പലതരത്തിലുള്ള ബന്ധങ്ങൾ, പ്രത്യക്ഷമായ ബന്ധമുണ്ട്, പരോക്ഷ ബന്ധമുണ്ട്, സാങ്കല്പിക ബന്ധമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ബന്ധങ്ങളെ മൂന്നായിട്ട് തിരിക്കുക. നമ്മുടെ പ്രത്യക്ഷ ബന്ധം എന്ന് പറയുന്നത് പരിമിതമാണ്. ഒരു 60-70 കൊല്ലം കൊണ്ട് ഒരു മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രത്യക്ഷ ബന്ധം പരിമിതമാണ്. എന്നാൽ വായനയിലൂടെ, കാഴ്ചയിലൂടെ, ചിന്തയിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പരോക്ഷ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും അത് പ്രത്യക്ഷ ബന്ധത്തെ അപേക്ഷിച്ച് വളരെ വിപുലമാണ്. എന്നാൽ പരോക്ഷ ബന്ധത്തിനും പരിധിയുണ്ട്. അത് പലവിധ അധികാര ശക്തികളാൽ നിയന്ത്രിതമാണ്. എന്നാൽ ഒരു പക്ഷേ സാങ്കല്പികമായ ഒരു ബന്ധത്തിൻ്റെ ഒരു ലോകമുണ്ട്. ആ ലോകവും ചരിത്രത്തിൽ തന്നെയാണ്, പ്രത്യയശാസ്ത്രത്തിലാണ്. എന്നാൽ തന്നെയും
പരോക്ഷ ബന്ധങ്ങളുടെ ലോകത്തേക്കാൾ അതിന് വിസ്തൃതമായ ഒരു പശ്ചാത്തലമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 3 തരം ബന്ധങ്ങളും സ്മരണകളിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം സ്മരണയില്ലെങ്കിൽ ഒന്നുമില്ല. സ്മരണയുടെ രാഷ്ട്രീയമായ അർത്ഥം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് മാർട്ടിൻ ബർണലിനെ പോലുള്ള കീഴാള ചിന്തകർ പറയുന്ന ഒരു കാര്യമുണ്ട്. കൊളോണിയലിസം എല്ലായ്പ്പോഴും ഒരു രാഷ്ട്രത്തിന്റെ ഭൂതകാല പാരമ്പര്യത്തെ, ഒരു ജനതയുടെ ഭൂതകാല പാരമ്പര്യത്തെ തമസ്കരിക്കുന്നതിലാണ് ഉത്സുകമായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ജനത അവരുടെ പാരമ്പര്യത്തെ, അവരുടെ ജീവത്തായ ജ്വലിക്കുന്ന ഭൂതകാലത്തെ കണ്ടെടുക്കുന്നില്ലെങ്കിൽ അവർക്ക് നിവർന്നു നിൽക്കാൻ കഴിയാതിരിക്കും. അതുകൊണ്ടാണ് വാൾട്ടർ ബെഞ്ചമിൻ പറയുന്നത്, ആപത്തിന്റെ കാലത്ത് മനസ്സിലൂടെ മിന്നിമറയുന്ന ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രം. നമ്മുടേതൊരു ആപത്തിന്റെ കാലമായി നാം പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർമ്മകൾ നാം എത്രമാത്രം ഓർമ്മകൾ എന്ന് പറയുമ്പോൾ കുഴിവെട്ടി മൂടേണ്ട ഓർമ്മകളല്ല, ജീർണിച്ച കെട്ട ഓർമ്മകളല്ല, കത്തുന്ന കുതറുന്ന ജ്വലിക്കുന്ന ഓർമ്മകൾ, അതിനെയാണ് നാം കയ്യേറ്റ് വാങ്ങേണ്ടത്. ശ്രീനാരായണ ഗുരു ഒരിടത്ത് പറയുന്നുണ്ട്, നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് ഉടനെ മറക്കുന്നതാണ് ഉത്തമം എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു രാഷ്ട്രീയ വിവക്ഷയുണ്ട്. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, അതായത് ഭൂതകാലത്തിലെ നന്മകൾ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം, മനുഷ്യ സമൂഹം ജീവിച്ചിരിക്കുന്നിടത്തോളം അനാഥമാവാൻ പാടില്ല. ഭൂതകാലത്തിലെ നന്മകൾക്ക് കാവലായി ഇനിയും ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ചെതല് പിടിക്കാതെ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് നമ്മുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തുന്ന മുഴുവൻ മനുഷ്യർക്കും ഉണ്ട്. അതുകൊണ്ടാണ് സ്മരണ ഒരു സമരമായി തീരുന്നത്. ആ അർത്ഥത്തിൽ പ്രത്യേകിച്ചും അധിനിവേശം സ്മരണകളെ മായ്ച്ചു കളയുന്ന ഒരു ലോകത്ത്, മറ്റെന്തിനേക്കാളും ഓർമ്മ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു കാലത്ത് ഓർമ്മകൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇനി സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നാം പരിഗണിക്കേണ്ട ഒന്നുണ്ട്. അതേക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കരുതുന്നത്, സൗഹൃദം അതിൽ തന്നെ അധികാര വിരുദ്ധമാണ്. മലയാള ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, ആളാവാൻ നോക്കരുത്. ഇടയ്ക്ക് നമ്മൾ ഒത്തുചേർന്ന് സൗഹൃദം പങ്കുവെക്കുമ്പോൾ ആ സൗഹൃദത്തിന്റെ നീതിബോധത്തിന്, നൈതികതക്ക് എതിരായിട്ട് ആ കൂട്ടത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ തൽക്കാലം ആ സൗഹൃദ കൂട്ടായ്മ നൽകുന്ന ഒരു താക്കീതുണ്ട്, ഒരു മുന്നറിയിപ്പുണ്ട്. സ്നേഹത്തോടെയാണ് പറയുന്നത്, സ്നേഹം തകർക്കരുത് എന്ന അർത്ഥത്തിലാണ്. ആളാവരുത്, ആളാവുക എന്ന് പറഞ്ഞാൽ അധികാരിയാവുക, ഭരിക്കുന്നവനാവുക, മേൽക്കോയ്മ സ്ഥാപിക്കുക എന്നൊക്കെയാണ് ആളാവുക എന്നുള്ളതിന്റെ അർത്ഥം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സൗഹൃദം അതിൽ തന്നെ അധികാര വിരുദ്ധമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സൗഹൃദത്തെയും നാം നോക്കിക്കാണേണ്ടത്. സൗഹൃദം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ സ്മരണ മാത്രമല്ല, അതിലൊരു സ്വപ്നവുമുണ്ട്. സ്മരണകളും സ്വപ്നങ്ങളും സന്ധിക്കുന്ന സ്ഥലത്താണ് സൗഹൃദം സജീവമാകുന്നത്. ഇതേക്കുറിച്ച് വളരെ വിശദമായി പറയേണ്ടതുണ്ട്. പക്ഷേ സമയപരിമിതി കൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെ കടക്കുന്നില്ല. മലയാളത്തിലെ സാഹിത്യം മുഴുവൻ, ഒരു പക്ഷേ ലോകത്തിലെ സാഹിത്യം മുഴുവൻ പ്രത്യക്ഷ പരോക്ഷ സാങ്കല്പിക പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ സൗഹൃദത്തിന് അനുകൂലമോ സൗഹൃദത്തിനെതിരോ ആണ്. മനുഷ്യ ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളാണത്. മലയാളത്തിലെ ഒരു കവിത മാത്രം, അതിൽ 2 വരി മാത്രം ഞാൻ പറയാം. വളരെ കാലത്തിന് ശേഷം പരസ്പരം കണ്ടുമുട്ടുന്ന 2 കൂട്ടുകാർ, 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ച് ഒരു 10-25 കൊല്ലക്കാലം ജീവിതം പുലർത്താൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അലഞ്ഞ് തിരക്ക് പിടിച്ച ഏതെങ്കിലും ഒരു നഗരത്ത്, അല്ലെങ്കിൽ ഈ കോഴിക്കോട്ടെ കടപ്പുറത്ത് വെച്ച് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുമ്പോൾ അതിലൊരാൾ മറ്റൊരാളെ വിളിക്കുകയാണ്. ഒരു മിന്നൽ പോലെയാണ്. ഒരു 25 കൊല്ലത്തിന് ശേഷം ഒരു സ്കൂളിലെ ഒരു സുഹൃത്തിനെ, കൂടെ പഠിച്ച ഒരാളെ നമ്മൾ തിരിച്ചറിയുന്നത് അയാളുടെ പേര്, മേൽവിലാസം, വീട്, നാട്, അങ്ങനെ കൃത്യമായിട്ടല്ല, എവിടെയോ കണ്ടിട്ടുണ്ട്. ഒരൊറ്റ മിന്നലാണത്. ആ മിന്നലിൽ തന്നെ ആ കവിത തുടങ്ങുന്നുണ്ട്. റഹ്മാനെ ചങ്ങാതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ്ടോ, ഉപ്പിട്ട നെല്ലിക്ക മാറി മാറി തുപ്പലും കൂട്ടിക്കടിച്ചതാണ്ടോ, അങ്ങോട്ട് പറഞ്ഞൂടാണ്. ഒരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. കാരണം കുട്ടിക്കാലത്തെ സ്മരണകളിലൂടെ ആ സൗഹൃദം ഒരു 10-25 കൊല്ലത്തിന് ശേഷം ശക്തിപ്പെടുകയാണ്. മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, ഒരു ചെങ്ങായിമാരാണെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊന്നും പ്രശ്നമല്ല. കുട്ടികൾ വൈകിയാൽ പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ചങ്ങാതി എന്നല്ല, ചെങ്ങായി എന്ന മലയാള നാടൻ വാക്ക്, ആ നാടൻ വാക്ക് സൗഹൃദത്തിന്റെ ഒരു നിത്യസ്മാരകമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് സൗഹൃദം അധികാര വിരുദ്ധമാണ്.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സ്മരണ അധികാര വിരുദ്ധമാണ്, സൗഹൃദവും അധികാര വിരുദ്ധമാണ്. അത് വല്ലതുമാണെങ്കിൽ അത് സ്നേഹമാണ്, അതിൽ വലിപ്പച്ചെറുപ്പല്ല, അതിൽ എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും സ്വാഗതാർഹമാണ്, അതിൽ പരിഹാസത്തിന് പോലും ഇടമുണ്ട്, പരിഹാസം പോലും അതിലൊരു പുളകമാണ്. ഏറ്റവും നല്ല സുഹൃത്തുക്കളാകുമ്പോൾ ആ സുഹൃത്തുക്കൾക്കിടയിൽ പരസ്പരമുള്ള പരിഹാസം പോലും അതിന് മുള്ളുണ്ടാവില്ല, അതിൽ പൂവേ ഉണ്ടാവുള്ളൂ. ആ അർത്ഥത്തിൽ പരിഹാസത്തെ പോലും സുഗന്ധമാക്കുന്ന, അപരത്വം എന്നതിനെ അതിവർത്തിക്കുന്ന വലിയൊരു സാധ്യതയാണ് സൗഹൃദം. അതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ സമരം, സ്മരണ, സൗഹൃദം. മൂന്നാമത് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് സമരം എന്നുള്ളതാണ്. സമരം എന്നത് വളരെ തെറ്റായിട്ടാണ് മാധ്യമങ്ങളൊക്കെ പൊതുവിൽ അടയാളപ്പെടുത്തുന്നത്. നമ്മളും അതിനെ തെറ്റായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ കോഴിക്കോട്ടെ കടപ്പുറത്ത് ഇത്തരത്തിൽ ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഒത്തുചേരൽ സാധ്യമായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ രണ്ട് കാരണമാണുള്ളത്. ഗുജറാത്തിൽ സാധ്യമാവാത്ത, ഒറീസയിൽ സാധ്യമാവാത്ത, ഉത്തർപ്രദേശിൽ പ്രയാസമാകുന്ന ഒരു ഒത്തുചേരൽ കേരളത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാട് പുലർത്തുന്നവർക്ക് സൗഹൃദത്തോടെ സാധ്യമാവുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കേരളത്തിൽ പ്രവർത്തിച്ച രണ്ട് കാര്യങ്ങൾ പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു. സമയപരിമിതി കൊണ്ട് ചുരുക്കി ഞാൻ പറയുന്നു. ഒന്ന് സമരം, രണ്ട് ഗൾഫ്. സമരം പ്ലസ് ഗൾഫാണ് ആധുനിക കേരളത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. അതിൽ സമരം എന്ന് പറയുന്നത് അതിന്റെ സൂക്ഷ്മമായ അർത്ഥം ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥ സാക്ഷാത്കരിക്കാൻ, സാധ്യമാക്കാൻ മനുഷ്യർ നടത്തുന്ന സകലവിധ പ്രയത്നവും സമരമാണ്. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, നിങ്ങൾ അവിടെ ഇരിക്കുന്നത്, മുഷ്ടി ചുരുട്ടുന്നത്, പോസ്റ്റർ ഒട്ടിക്കുന്നത്, സംഭാവന പിരിപ്പിക്കുന്നത് ഒക്കെ ഇന്നത്തെ അവസ്ഥയേക്കാൾ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അതിന്റെ പേരാണ് സമരം. അതിനൊരു രൂപം മാത്രമല്ല ഉള്ളത്, സമരത്തിന് നിരവധിയായ രൂപങ്ങൾ സ്വീകരിക്കാൻ പറ്റും. ആ അർത്ഥത്തിൽ ഇന്നത്തെ പശ്ചാത്തലത്തിലേക്ക് സ്മരണ, സൗഹൃദം, സമരം എന്നതിനെ എങ്ങനെ ചേർത്ത് വെക്കാം എന്ന് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു. അത് ഇന്നത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിലനിൽക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത്, അപരം എന്നതിനെ വളരെ ആസൂത്രിതമായി ശക്തിപ്പെടുത്തുകയും പുതിയ അപരങ്ങൾ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്ന, അതായത് ഇന്നത്തെ ഇന്ത്യൻ ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് അപര നിർമ്മാണ യന്ത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഒന്നും ബാധകമല്ലാത്ത, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹരിയാനയിലെ മേവാത്തിൽ മികച്ച തരം ബിരിയാണി കിട്ടും എന്നത് ഒഴിച്ചാൽ റോട്ടിന്റെ ഇരുവശങ്ങളിലും മികച്ച ഇനം ബിരിയാണി കിട്ടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഹരിയാനയിലെ മേവാത്ത് ഇന്നലെ വരെ. പലവിധ വെറൈറ്റി ബിരിയാണി വേണ്ടവർക്ക് ഇടക്ക് കോഴിക്കോട്ട് നിന്ന് പോലും, ബിരിയാണിക്ക് പേര് കേട്ട ഒരു സ്ഥലം എന്ന അർത്ഥത്തിൽ, കോഴിക്കോട്ട് നിന്ന് പോലും ഇടക്കൊന്ന് പോയി ഒരു പുതിയ ഇനം കഴിച്ചു പോരണമെങ്കിൽ പറ്റിയ സ്ഥലമായിരുന്നു ഹരിയാനയിലെ മേവാത്ത്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അവിടെ ബിരിയാണി ഒരു അപരമായി മാറിയിരിക്കുകയാണ്. എന്തും ഏറ്റവും സ്വാദിഷ്ടമായ ഒരു ഭക്ഷണത്തെ പോലും ചോര ചിന്തുന്ന ഒരു അസംസ്കൃത പദാർത്ഥമാക്കി മാറ്റി തീർക്കുന്ന, അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞു ചുരുക്കുന്നത്, എന്തിനേയും അപരമാക്കുന്ന, സ്വന്തത്തെ അപരമാക്കുന്ന, വ്യത്യസ്തതകളെ വിരോധങ്ങളാക്കുന്ന, അടുപ്പങ്ങളെ അകലങ്ങളാക്കുന്ന, ജനാധിപത്യത്തെ അതിന്റെ നേർ എതിരാക്കി തീർക്കുന്ന ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മതനിരപേക്ഷത എന്ന മൂല്യം മുന്നിൽ വെച്ചുകൊണ്ട് ജാതി സങ്കുചിതത്തിനപ്പുറം, മതസങ്കുചിതത്തിനപ്പുറം ഞങ്ങളും മനുഷ്യരാണ് എന്ന പിന്മടക്കമില്ലാത്ത മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന കർഷകർ ഞങ്ങളുടെ ബന്ധുക്കളാണ്, കുഴിച്ചുമൂടപ്പെടുന്ന മനുഷ്യർ ഞങ്ങളുടെ ബന്ധുക്കളാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ച കാശ്മീരിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ മനുഷ്യർ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. ആരൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുവോ ആ പീഡിതരായ മനുഷ്യർ, അവരുടെ മതം, അവരുടെ ജാതി, അവരുടെ രാഷ്ട്രീയം, അവരുടെ ഭാഷ, അതിനൊക്കെ അപ്പുറത്ത് പീഡിതർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പിന്മടക്കമില്ലാതെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മുന്നോട്ട് വെക്കപ്പെടുന്ന മാനവ സൗഹൃദം എന്നത് മതനിരപേക്ഷ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നാം മുന്നോട്ട് ഉയർത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു സന്ദർഭമായി പലതരം ആശയങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. കാരണം സ്നേഹപൂർണമായ ഒരു സംവാദത്തിലൂടെ, അത്തരമൊരു സംവാദത്തെ ഫാസിസം അനുവദിക്കുകയില്ല, പക്ഷേ സമരോത്സുകമായി രൂപപ്പെടുന്ന സ്നേഹപൂർണമായ ഒരു സംവാദത്തിലൂടെ അത്തരമൊരു ജനാധിപത്യ കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കുക സാധ്യമാണ്.
വ്യത്യസ്തതകളെ വിരോധങ്ങളാക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കുമെതിരെയുള്ള നിതാന്തമായ ജാഗ്രത പുലർത്തിക്കൊണ്ട് മാത്രമേ അത്തരമൊരു കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ ഒരു ഒത്തുചേരൽ തീർച്ചയായിട്ടും ചരിത്രത്തിൽ നിന്ന് സൗഹൃദത്തെ കണ്ടെടുക്കാനുള്ള മഹത്തായ ഒരു ഒത്തുചേരലാണ്. ആ അർത്ഥത്തിലാണ് ചരിത്രത്തിലെ സാധ്യതകളെ വർത്തമാനകാലത്തിലെ സമരങ്ങളോട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനം എന്ന അർത്ഥത്തിൽ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ആഹ്ലാദത്തോടെ, അഭിമാനത്തോടെ, സ്വയം അനുഭവിച്ചുകൊണ്ട്, നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക്